ചന്ദ്രേട്ടൻ്റെ നഴ്സറി പോകണം, കുറച്ച് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണം, പിന്നെ ചന്ദ്രേട്ടനുമായിട്ടൊന്ന് കുറച്ച് സംസാരിക്കണം അയാളുണ്ടെങ്കിൽ. ഭ്രാന്തിന് ഡോക്ടറെ കാണിച്ചുകൂടെ ബിന്ദുസേൻ? എടാ അത് നിനക്ക്, പിന്നെ ഞാൻ കുതിരവട്ടൊക്കെ കാണിക്കാൻ കൊണ്ടുപോവാ. ഹസ്ബൻഡ് ബിസിനസ്. എന്തിൻ്റെ ഡീസേ? നമ്മളെ ചിത്രേനെ കണ്ടില്ലല്ലോ അല്ലേ? എന്തിൻ്റെ ബിസിനസ്സാ? അവിടെ പോയി ബിസിനസ് ചെയ്യണമെങ്കിൽ ഷൈജു ചിരിക്കുന്നു. അവിടെ പോയിട്ട് ഹൈദരാബാദ് തെലുങ്കന്മാരുടെ അടുത്ത് ഭയങ്കര പൈസക്കാരല്ലേ. ഫിലിം നമുക്ക് പറ്റിയാൽ അത് പറ്റിയെന്ന് പറയും, ഇഷ്ടമായില്ല എങ്കിൽ അതും പറയും തുടങ്ങും. അത് ഞാൻ അങ്ങനെയാണ്. അപ്പോൾ അവിടെ എന്താ പറ്റിയില്ല എന്ന് പറയേണ്ട എന്താ കാര്യം? അത് ഞാൻ പറയില്ല എവിടെയാണ് ജോലി എന്ന്. കുറച്ച് ആൾക്കാർക്ക് അറിയാം. എന്താ സന്ധ്യ എന്ത്? അത് ഞാൻ കേട്ടില്ലായിരുന്നു കേട്ടോ. ബിസ്ക്കറ്റ് കച്ചവട, ഗോൾഡീസ് ബിസ്ക്കറ്റ്, പട്ടാമ്പി എന്ന് പറയുന്നുണ്ട് ഫുഡീസ്. എന്താ എന്നോട് പറയാത്ത? ബിന്ദുസെ കുത്തി ചോദിക്കരുത്, പോടാ. സ്നേഹമുള്ളവരോട് കുത്തിയും കിടന്നും ഇരുന്നും ഒക്കെ ചോദിക്കുക, അടിച്ചും പിടിച്ച്. അവിടെ ഹസ്ബൻഡ് സെറ്റിൽഡ് ആണ്. ആണോ? ഹൈദരാബാദിൽ സെറ്റിൽഡ് അല്ലേ? നീ നന്നായി തെലുങ്ക് പറയുന്നുണ്ട്. തെലുങ്ക് ഇതൊക്കെ കാണാൻ നിൻ്റെ റീൽസിലൊക്കെ തെലുങ്ക് അധികമുള്ളത്. ഫുഡീസ് പട്ടാമ്പി. അതെന്താ എന്നോട് പറയാത്ത ഫുഡീസേ? നമ്മൾ 4 പേര് മാത്രമല്ലേ ഉള്ളൂ. ബജുസേ എന്നോട് എന്താ പറയാത്ത? എന്താ ജോലിന്ന്? വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ? ഇനി അടുക്കളയിൽ തന്നെ വല്ല ഇതും ഉണ്ടോ? കാറ്ററിംഗ് പരിപാടി ഉണ്ടോ നിനക്ക്? സന്ധ്യ TVM കാരിയാണ്, ട്രിവാൻഡ്രം. വീരശൂരപരാമൻ. ഷൈജു മണ്ടാൻ. ഒരു ചോദ്യം ഒരാളെ തള്ളിക്കളഞ്ഞാൽ പിന്നെ ആ ചോദ്യം വേണ്ട ചേച്ചി. ജോലി എന്തിലാന്ന് ചോദിക്കുന്നതിന്. ഇഡലി കച്ചവടം. എടാ പറയാൻ പറ്റാത്ത ജോലികളൊന്നും ഇല്ലല്ലോ. എന്താ ഇപ്പം ഇഡലി കച്ചവടം എന്ന് പറയുന്നുണ്ട്. ഇഡലി സന്ധ്യ ഇപ്പം വരും ചുവന്ന മുഖം സന്ധ്യൻ്റെ. ആരാ ഇഡലി? സിറാജുദ്ദീൻ അല്ലേ? സിറു അല്ലേ പറഞ്ഞ സന്ധ്യയുടെ ഇഡലിന്ന്? അപ്പം ഇന്ന് നമുക്ക് പോവാം. ഇതിൻ്റെ കണ്ണ് ഇങ്ങനെ പോകുന്നുണ്ട് ഷൈജുവെ. ലിഫ്റ്റ് കമ്പനി സ്വന്തമായി ഉണ്ട്. ലിഫ്റ്റിൻ്റെ കമ്പനി. ഓക്കെ. ഇപ്പം ഇങ്ങനെ ഇതിലൊക്കെ പരസ്യം കാണാം, വീടുകളിൽ വെക്കുന്ന ടൈപ്പ് ലിഫ്റ്റിനെ പറ്റിയിട്ട് കാണാറുണ്ടോ? ഗ്ലാസ് ലിഫ്റ്റ് വീടുകളിൽ ഇങ്ങനെ പോയിട്ട്. മാന്യമായി ഏത് ജോലിയും നമുക്ക് ചെയ്യാം. അതന്നെ, ഏത് ജോലിക്ക് അതിൻ്റേതായ മാന്യതയുണ്ട്. യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഭയങ്കര ഇതാണ്. നമ്മളവിടെ പിന്നെയും ഒരു ആൾക്കാരിങ്ങനെ ജോലി ഇതാക്കിയിട്ട് ആൾക്കാരെ അളക്കുന്നത്. അവിടെയൊന്നും അങ്ങനെയല്ല. ഏത് ജോലി ചെയ്യുന്നവരും മാന്യമായിട്ട് ഒരു കണക്കാക്കും. എല്ലാവർക്കും ഒരേ പരിഗണന. നമ്മളവിടെ അങ്ങനെ ആയി വരണം. പിന്നെ അപ്പം വലിയ ക്യാഷുകാരിയാണ്, അത് ആരും അറിയിക്കാതിരിക്കാൻ വേണ്ടി. എന്നാൽ നമുക്ക് പോവാ. 3 പേര്, ഞാൻ, ഷൈജു, സന്ധ്യ, പട്ടു. പോവാ. 4. ബൈ പറയടാ പട്ടു. ഇന്ന് പട്ടു പോകുന്നതിലും മുന്നേ എനിക്ക് പെയിൻറ് കമ്പനി സന്തോഷ് പെയിൻറ്റ്സ്, സന്തോഷ് ബ്രഹ്മി ഒക്കെ സന്തോഷമായിട്ട് ഉണ്ടായിരുന്നല്ലേ ചിരിക്കുന്നത്. സന്തോഷമായിട്ട് സ്വന്തമായിട്ട് ഞങ്ങളെ വലിയച്ഛൻ്റെ പേർക്കുണ്ട് പെയിൻറ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്, ബർജർ പെയിൻറ്റ്സ് എന്തൊക്കെയോ ഇതായിട്ട്. അവരുടെ അടുത്തു നിന്നാണ് ഞങ്ങൾ പെയിൻറ് പഠിച്ച്. ബൈ. ഓക്കെ ഷൈജു ബൈ. സന്തോഷേട്ടാ ബൈ പറയും. പിന്നെ 3 പേരെ കാണിക്കുന്നു. 42. ഒന്നും അത് മതി, ആവുന്നില്ല ഇരിക്കാൻ. കാവ് ചേട്ടാന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത സമയം ഹോട്ടലിൽ പാത്രം കഴുകിയിട്ടുണ്ട്. ഏതിനും അതിൻ്റേതായ ഇതുണ്ട്. നമ്മളെ കൊണ്ട് എണ്ണാറക്കണ്ണനും തന്നാലായത് പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന പണി നമ്മളെടുക്കുക. ഓക്കെ ബൈ പട്ടു ബൈ, സന്ധ്യ ബൈ, കാവ് ബൈ, പിന്നെ ഷൈജു ബൈ കേട്ടോ. പോട്ടെ. ബൈ. ഓക്കെ ചേച്ചി. ഓക്കെ പട്ടു. ഓക്കെ ബൈ. ഗുഡ് നൈറ്റ് ഓൾ. ബൈ.